ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബിസ്മില്ല കുക്ക് വിത്ത് ലവ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡ് ചോക്കോ റോളാണ്. പീനട്ട് ബ്രെഡ് ചോക്കോ റോൾ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ സ്നിക്കേഴ്സിൻ്റെ ഒക്കെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പിക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 5 കഷ്ണം ബ്രെഡ് സ്റ്റീം ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വശങ്ങളിലുള്ള ആ മുരിഞ്ഞ ഭാഗമെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു ചപ്പാത്തി പ്രസ്സറിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഒരു 6 കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഇതുപോലെ പ്രസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് കിസാൻ്റെ പീനട്ട് ബട്ടറാണ് കേട്ടോ. ഈ പീനട്ട് ബട്ടർ ഓരോ ബ്രെഡ് സ്ലൈസിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതാ ഞാനിപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ കഷ്ണങ്ങളും പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടും റോൾ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമ്മൾ സ്റ്റീം ചെയ്ത ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകാണ്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് ഞാനിപ്പോൾ സ്റ്റീം ചെയ്ത എല്ലാ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും പീനട്ട് ബട്ടർ ചേർത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡയറി മിൽക്കാണ് കേട്ടോ. ഈ ഡയറി മിൽക്കിൻ്റെ 40 രൂപയുടെ പാക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ കപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ ഒരു 3 ടേബിൾ സ്പൂണോളം പാൽ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു ബൗളിൽ നല്ല ചൂടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അളവിലുള്ള പാം മിൽക്കാണ്. കുറച്ച് ചെറു ചൂടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇത് നല്ലതുപോലെ ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. മെൽറ്റാക്കിയതിന് ശേഷം നല്ലതുപോലെ ക്രീമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ അതിലേക്ക് എടുക്കുന്നത് അൺസാൾട്ടഡ് പീനട്ടാണ് കേട്ടോ. ഇതിപ്പോൾ പീനട്ട് അത് കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഈ ക്രഷ് ചെയ്ത പീനട്ട് നമ്മളുടെ ചോക്ലേറ്റ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ക്രഷ് ചെയ്യേണ്ട, ഒരു ചെറിയൊരു രീതിക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മളുടെ ചോക്ലേറ്റ് മിക്സിലേക്ക് ഈ പീനട്ടും കൂടെ ക്രഷ്ഡ് പീനട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. ഇനി ചോക്ലേറ്റിൻ്റെ മിക്സെല്ലാം ഞാനൊരു പരന്നൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഓരോ ബ്രെഡിൻ്റെ റോളും എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. നല്ലതുപോലെ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഈ ബ്രെഡിൻ്റെ വശങ്ങളിലെല്ലാം തന്നെ ഒന്ന് മിക്സായി വരണം. ഇതുപോലെ ഓരോന്നും ഇതിലേക്ക് മുക്കിയെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളെല്ലാ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും ചോക്ലേറ്റ് പീനട്ട് മിക്സിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ഹാഫ് ആൻ അവർ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ സ്നിക്കേഴ്സിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണേ.